ഇസ്രയേലിലെ ജൂതക്കരടിയെ നിലക്കു നിർത്താൻ കഴിയുന്ന നാഥനായ റബ്ബിനോട് നമുക്ക് ദുആയിരക്കാം. ഇനി അത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ ഈ ആധുനിക ലോകത്ത് പരിശോധിച്ചാൽ ഫലസ്തീനിലെ എരിഞ്ഞമരുന്ന മക്കളിൽ ഒരു കുഞ്ഞുപോലും അതാ ഞങ്ങളുടെ ആദർശം മാറ്റിവെക്കാം, മതത്തിൽ നിന്ന് ഞങ്ങൾ രാജിയാകാം, ഞങ്ങൾക്കൊരിറ്റു ഭക്ഷണം വേണം, ഒരു ജീവിതം വേണമെന്ന് പറയാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല എന്ന ഒറ്റ കാര്യം വീക്ഷിച്ചുകൊണ്ട് അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. യുദ്ധത്തിന്റെ റിസൾട്ട് വ്യക്തിപരമായി നെതന്യാഹുവിന് മാത്രമല്ല, ആ രാജ്യത്തിന് മാത്രമല്ല, ആ രാജ്യം ഇന്ന് നടത്തുന്ന ചട്ടം വിത്തരത്തിന്റെ റിസൾട്ടുകളുമായി ചിന്തിക്കുമ്പോൾ നാളത്തെ ലോകം ചവറ്റുകൊട്ടയിലേക്ക് തള്ളാൻ പോകുന്ന ആരെങ്കിലും എവിടെങ്കിലും നെതന്യാഹുവിന്റെ അനന്തരാവകാശികളുണ്ടോ എന്ന് ചോദിച്ചു നടക്കേണ്ട ഗതികേടിലേക്ക് വളരെ വ്യക്തമായി ആ രാജ്യം ആപതിക്കാൻ പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ കയ്യിൽ ഭൗതിക ആയുധങ്ങളില്ല. പാവപ്പെട്ട ഫലസ്തീന്റെ മക്കളുടെ മുമ്പിൽ വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, അവരെ പിടിച്ചു കെട്ടണേ അല്ലാ. ഇനി എന്ത് പ്രതിസന്ധി ഇതിനേക്കാളും വലുത് ലോകത്ത് വന്നാലും ഞങ്ങളുടെ ഈമാൻ തട്ടി